ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോഷ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. കപ്പയും ചിക്കനും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡിഷാണല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായി ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 സ്പൂൺ കശ്മീരി ചില്ലി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ പെരുംജീരകപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 1 മണിക്കൂർ നമുക്കൊന്ന് അടച്ചു വെക്കണം. എന്നാലാണ് ഈ മസാലയ്ക്കൊന്ന് ചിക്കനിലോട്ട് പിടിക്കുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ 1 കിലോ കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചതാണ്. പിന്നെ നമുക്ക് 2 സവോള ഇതേപോലെ അരിഞ്ഞു വെക്കണം. പിന്നെ ഒരു ഹാഫ് ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ നമുക്ക് 1/4 മുറി തേങ്ങ, ഒരു 4 പച്ചമുളക് ഇതേപോലെ കീറി വയ്ക്കുക. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അതിനായി നമ്മളിവിടെ ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ ചരുവി വെച്ച തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇത് വറുത്തെടുക്കാൻ വന്നത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗണിഷ് കളറാവണ വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ബ്രൗണിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ ഈ സെയിം ഉരുളിയിൽ തന്നെയാണ് നമ്മൾ ഇനി മസാലയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ആവണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലോട്ട് ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് സവോളയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ തുറന്നിട്ട് തന്നെ നമുക്കിത് വരട്ടിയെടുക്കാം. നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുന്നതാണ് അടച്ചു വെച്ച് വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ. സവോള ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് വരണ്ട് കിട്ടും. നമ്മൾ നല്ലപോലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സവോളയൊക്കെ നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. അതിലൊക്കെ ചേർക്കാം. 1 സ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് 2-3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് അടിയോടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ച മണം മാറുന്ന വരെ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പച്ചമണമൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതേപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിയോടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ സവോളയിലും ചിക്കനിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പിട്ട് കൊടുത്തില്ല. ഇനി നമുക്കൊരു 20 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടി പിടിക്കും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ ഇതാ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പുഴുങ്ങി വെച്ച കപ്പയും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ബിരിയാണിക്ക് റൈസ് ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ കപ്പ ഈ ചിക്കൻ്റെ മേലെ ഇട്ടിട്ട് ഇതേപോലെ നമുക്ക് പരത്തി കൊടുക്കാം. എല്ലാ സൈഡും നമ്മൾ ഈക്വലായിട്ട് പരത്തി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങാപ്പീര അതേപോലെ നമ്മൾ എല്ലാ സൈഡിലും ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഗരം മസാല, പിന്നെ 1 സ്പൂൺ കുരുമുളകും പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് നല്ലപോലെ ഇത് അതേപോലെ ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പീരയെ നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടത് നല്ലപോലെ എല്ലാ സൈഡും ഒന്ന് പിടിക്കാനും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി വറവിടണം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് നല്ലപോലെ പൊട്ടി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിനി ഇതിലോട്ട് ആ വറവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. അടിയോടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടും. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.